ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ വൈറ്റ്, ഗ്രീന് അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, റെഡ് ഒക്കെയാണല്ലോ, മെറൂൺ, ആ ഒരു ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പിന്നെ ഒരു കോമൺ ഷെയ്ഡ് തന്നെയാണ് ബേജ് കളർ വരുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടൊരു പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എ ലൈൻ പാറ്റേണിലോട്ട്. ഇത് ക്രഷ്ഡ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫുള്ളി സ്റ്റോൺസ് ആണ് കേട്ടോ. അത് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. പ്രത്യേകം ഞാൻ പറയുന്നത് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. പെട്ടെന്ന് പോകുന്നില്ല. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാമ്പൂ വാഷ് ഒക്കെ ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് ഫുള്ളി. നല്ല രസമാട്ടോ. അവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഈ മണല് ഇങ്ങനെ ഇട്ട പോലെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു പാറ്റേണാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു പ്രിൻസസ് കട്ട് യോക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. മിഡിലിൽ ഇങ്ങനെ ഒരു നല്ലൊരു പാറ്റേൺ, നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഷേപ്പ് തോന്നും. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ നമ്മൾ പ്ലെയിൻ എ ലൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിന്റെ വരുന്നത്. ഒരു ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ട് കണ്ട പ്രിൻസസ് കട്ടിന്റെ ഒരു യോക്ക കൊടുത്തേക്കുന്നത് ഇതേപോലെ. എന്നിട്ട് താഴോട്ട് നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് വരുന്നത് 48 ആണ്. പിന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഞാൻ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരുന്നത് വെച്ചാൽ നിങ്ങൾ ആ സ്റ്റോൺസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ നമ്മൾ യോക്കിന്റെ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല ഇതിനകത്ത് തന്നെ ഓരോ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഒത്തിരി തിളങ്ങുന്നതല്ലാട്ടോ, ഇത് ലൈറ്റിന്റെ ആണ്. ചെറിയ സ്റ്റോൺസ് ആണ്, സിൽവർ കളർ ചെറിയ സ്റ്റോൺസ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം വേണമെങ്കിൽ സെയിം ടോൺ തന്നെ ഇട്ടിട്ട് കുർത്തിയായിട്ട് വെയർ ചെയ്യാം. ഇനി ഇത് തന്നെ സ്ലിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. കാരണം നമ്മൾ പേ ലൈൻ പാറ്റേൺ ചെയ്തേക്കുന്നത്, ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. അപ്പോൾ സ്ലിറ്റ് വേണമെന്നുള്ളവർ സ്പെഷ്യലി വേഗം പറയണം. എല്ലാവർക്കും എ ലൈൻ യൂസ് ചെയ്യണം എന്നില്ലല്ലോ. അപ്പോൾ ലെങ്ത് 48 വരുന്നുണ്ട്. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഞാനൊരു പാറ്റേൺ ചെയ്ത് നോക്കിയതാണ്. ഇത് നമ്മുടെ ടിഷ്യൂ സിൽക്കിലുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ക്രീം, നല്ലൊരു ക്രീം കളറിൽ. അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു യോക്ക് വെച്ചിട്ടുണ്ട്. ഈ യോക്കിൽ സ്പെഷ്യലായിട്ട് എന്തായിട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് വെച്ചേക്കുന്നത് ഒരു ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഒരു ഫാബ്രിക് സിൽക്കിലെ തന്നെ ആപ്ലിക് വർക്ക്. ഇത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും. ആപ്ലിക് വർക്ക് ചെയ്തിട്ട് ഈ ഒരു വെൽവെറ്റിന്റെ ഫ്ലവേഴ്സ് നമ്മൾ ഒരു ക്ലോത്തിലോട്ട് ഹൈലൈറ്റ് വെച്ചിട്ടുണ്ട്. ആപ്ലിക് വർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് സ്ലീവിലോട്ടും ചെറിയൊരു ബോർഡർ ആയിട്ട്, ഇതിന്റെ ഫിനിഷിംഗ് ആയിട്ടില്ല. സ്ലീവിലോട്ടും ഇതുപോലെ ചെറിയൊരു ആപ്ലിക് വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളി പ്ലീറ്റ്സ് വെച്ചിട്ട് ടിഷ്യൂ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഈ ഒരു ക്രീം പ്ലസ് ബ്ലാക്ക് യോക്ക്. ഇതേപോലെ ചെറിയൊരു ബോട്ടിനൊക്കെ വെച്ചിട്ട് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതേപോലെ പ്ലീറ്റ്സ് എ ലൈൻ പാറ്റേൺ ആണ്. 48 ലെങ്ത് വരുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഇത് ക്രേപ്പ് ലൈനിങ് ആണ്. അപ്പൊ ടിഷ്യൂ സിൽക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.